കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുക, തടിച്ചുരുണ്ടൊരു മിടുമിടുക്കന്നൊരു ഉണ്ണി. ശ്രീലകത്തേക്ക് നോക്കേണ്ട തിളങ്ങണാകെ അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത് കേട്ടോ. നല്ല മിടുക്കന്നൊരു ഉണ്ണി. ആ കുഞ്ഞു കാലുമേലതാ വീതിയുള്ള പൊൻതളകൾ, നല്ല പട്ടിൻ്റെ തൊട്ടൊട്ടിച്ച് നല്ല വീതിയുള്ള പൊൻതളകൾ. പിന്നെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി നല്ല ഭംഗിയായിട്ട് നല്ല വീതിയിലൊരു കിങ്ങിണി. അതൊക്കെ എൻ്റെ വട്ടോട് ചാർത്തിക്കുക. അതിൻ്റെ മുകളിൽ 2 തുടരം മുളയ്ക്കുന്ന സ്വർണത്തിൻ്റെ നാത്തുകൾ ഒരു സ്വർണത്തിൻ്റെ ഇട്ട പോലെ തോന്നാൻ കണ്ട അത്ര രസമായിട്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു മിടുമിടുക്കനുണ്ട്. എന്തൊരു കൗതുകാറിയോ. ശ്രീലകത്തേക്ക് നോക്കി നെയ്വളക്കിൻ്റെ ശോഭയിൽ തകർന്ന് തിളങ്ങുക അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. ഈ കിങ്ങിണിയുടെ തൊട്ട് മുകളിലതാ ഒരു കയറുകൊണ്ടൊരു കെട്ട്. ആ കെട്ടതാ ഇടത്ത് ഭാഗത്ത് ഒരു ഒരലുണ്ട്. ആ ഒരലിൻ്റെ മുളക്കാക്കി ഇട്ടിരിക്കണേ. പൊന്നുണ്ണി കണ്ണന് ഉലൂഖലബന്ധനായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. ഒരല് കാണാൻ കൂടി നല്ല ഭംഗിയുണ്ട്. ആ പൊന്നുണ്ണി കണ്ണനെ അരയിൽ കെട്ടിരിക്കണ അറ്റത്തുള്ളതല്ല, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലപൊട്ടുമാല, പിന്നെ മണി വലിയ 3 ഇതായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മാല. അതിൻ്റെ തൊട്ട് മുകളിൽ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണ ഇടത്തെ കയ്യിലൊരു ഓടക്കുഴലുണ്ട്. ഈ ഒരലമ്മിൽ കെട്ടിയതാണെങ്കിൽ കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. യശോദമ്മ വലത്തെ കയ്യിലൊരു ഇതുള്ള വെണ്ണയും കൊടുത്തിട്ട് അടുത്ത കയ്യിലൊരു ഓടക്കുഴലുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കെട്ടി പിന്നെ കണ്ണന് നല്ല സന്തോഷമല്ലേ. കണ്ണൻ നല്ല പുഞ്ചിരി തൂക്കി കൊണ്ടാണ് നിൽക്കുന്നത്. എന്തൊരു കൗതുകാറിയോ പുഞ്ചിരിയൊക്കെ കാണാൻ. ഈ കൈവളകളും തോൾവളകളും അതൊക്കെ വീതിയിലൊക്കെ സ്വയം ഒട്ടിച്ചിട്ട് തന്നെയാട്ടോ. ഒക്കെ നല്ല തിളക്കാതുകാരനെ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം എന്ന് പറഞ്ഞ പോലെ ആനന്ദത്തിലല്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അതിലിപ്പുറം എന്താ വേണ്ടതല്ലേ. കാരണം ഒരമ്മിൽ കെട്ടി ഒരു വിഷമവും അങ്ങനെയൊന്നുമില്ല. അമ്മ കൈ നിറയെ വെണ്ണയും കൊടുത്തിട്ട് ഓടക്കോയിലും കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നല്ല പുഞ്ചരിയോട് കൂടി നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. കൊതിയാവും കണ്ടാത്തണം. അത്ര രസമാണ് ഉണ്ണിക്കണ്ണൻ്റെ ആ രൂപം. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് തെച്ചിപ്പൂ മാത്രമായിട്ടുള്ളൊരു തിരുമുടിമാല, അതിൻ്റെ മുകളിൽ വെളുത്ത പൂവും തുളസിയായിട്ടൊരു തിരുമുടിമാല. അങ്ങനെ 2 തിരുമുടിമാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ ഇടകൾ നല്ല ഭംഗി. തെച്ചി ധാരാളം, തുളസി ഇടയിൽ അത്രയേ ഉള്ളൂ. പിന്നെ തൃപ്പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും തുളസിപ്പൂവായിട്ട്. അതുപോലെ മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ താമര, തുളസി, തെച്ചി അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലയും ചാർത്തിയുണ്ട്, 2 തിരുമുടിമാലയും ചാർത്തി. അതിൻ്റെ ആ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുകുരായ്പ ഇങ്ങനെ ആകെ തിളക്കത്തോടു കൂടി ഇതാ നിങ്ങൾ നല്ല സന്തോഷവും കണ്ടാൽ. കുരായ്പ നല്ല സന്തോഷത്തിലാട്ടോ ഞങ്ങൾ. അതുപോലെ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടൊരു ഒരു ഉണ്ടമാല. തിരുമുടിമാല അല്ല, ഉണ്ടമാല. പിന്നെ താമരയും തുളസിയായിട്ടൊരു ഉണ്ടമാല. പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടൊരു ഉണ്ടമാല. കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 3 ഉണ്ടമാല. നല്ല 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. നല്ല കൗതുക. ശ്രീലകത്തേക്ക് നോക്കിയ ഉണ്ടമാലകളുടെ ഒക്കെ നടുവിൽ ഇങ്ങനെ തിളങ്ങാം നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. നെയ്വിളക്കിൻ്റെ ശോഭയിൽ പുഞ്ചിരിയോ പറയാനില്ല, അതിലേറെ തിളക്കം. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയാ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല സന്തോഷത്തിലാ ഗുരുവായൂരപ്പ. വെണ്ണിലാവൊത്തു വിളങ്ങും പൈമ്പാലും വെണ്ണയും അപ്പവും അമ്മിഞ്ഞയും എത്ര ഭുജിച്ചാലും ആർത്തി ശമിക്കയില്ലോ മനക്കെന്നതു നേരു തന്നെ. എങ്കിലും തീറ്റക്കൊതിയനെന്നാളുകൾക്കിങ്ങനെ നിന്നെ പറഞ്ഞിടാമോ. എന്നാൽ ഈ വെണ്ണയും പാലും തോറ്റോടുന്ന മാധുര്യമോലും നിൻ ബാലമുഖം എത്ര നുകർന്നാലും തൃപ്തി അണയാത്തോരെന്നെ പറയുക എന്താണാവോ. എപ്പോഴും ഓരോരോ ശകാരശരങ്ങളാ ആളുകൾ ആവശ്യമില്ലെങ്കിലും കഷ്ടമീ സാധുക്കിടാവിൻ്റെ കോമള ചിത്തം മുറിപ്പെടുത്തിയിടുന്നല്ലോ. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ. ഒരലമ്മിൽ കെട്ടിയ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുക. ഒരലും നല്ല തടിച്ചവരുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ തടിച്ചുണ്ട്, ഒരു മിടുമിടുക്കനൊരു ഉണ്ണി. എന്തൊരു കൗതുകം അറിയോ കാണാൻ. ശ്രീലകത്ത് നോക്കുമ്പോൾ ആ മിടുക്കൻ ഉണ്ണി കാണാൻ തന്നെ അത് ആകെ കസവിൻ്റെ ഒക്കെ അങ്ങനെ അണിഞ്ഞ് നല്ല രസമായിട്ട്. ആകെ ഒരു തിളക്കാ. ശ്രീലകത്തേക്ക് നോക്കിയാണ് നല്ല സന്തോഷം. ആ വെണ്ണോറലും ഓടക്കോഴലും പിടിച്ച ആനന്ദക്കട്ട നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ സച്ചിദാനന്ദക്കട്ട ശ്രീലകത്ത് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കണേ. എന്തിനു വേണ്ടി? ഭക്തന്മാരുടെ മനസ്സിൽ ആനന്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ സച്ചിദാനന്ദക്കട്ട ശ്രീലകത്ത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ ആനന്ദം വരട്ടെ.
കണ്ണൻ്റെ ഭക്തി ഉണ്ടാവട്ടെ. ആ തൃപ്പാദം രണ്ടും മനസ്സിൽ സ്മരിച്ചോട്ടെ എല്ലാവരും. അങ്ങനെ നമുക്ക് ആ പൊന്നുണ്ണി കണ്ണനെ വീണ് നമസ്കരിച്ചിട്ട് ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കുക, പുഞ്ചിരി തൂകി നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ളൊരു മുഖഭാവത്തോടു കൂടി ആ പൊന്നുണ്ണി കണ്ണൻ നിൽക്കണം കേട്ടോ. ആ കണ്ണൻ്റെ മുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കണ്ണാ നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.